എവരിബഡി. അപ്പൊ നിങ്ങളുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ആ കോൺസെപ്റ്റ് എന്താണ് എന്ന് വളരെ ഈസി ആയിട്ട് ടീച്ചർ പഠിപ്പിച്ചു തരാം. ചെറിയ എക്സാമ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് ടീച്ചർ പഠിപ്പിച്ചു തരാം. അപ്പൊ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? 2 ടേം ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ഒന്ന് ക്യാപിറ്റൽ. എന്താ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ വേണ്ടുന്നത്? ഫിനാൻസ് വേണം, ഇല്ലെങ്കിൽ ഫണ്ട് വേണം അല്ലേ. അപ്പൊ ആ ഫണ്ടിനെ തന്നെയല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ആ ഫണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഫണ്ട് യൂസ് ടു റൺ എ ബിസിനസ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ? ഈ ഫണ്ട് നമ്മൾ എവിടെ നിന്നായിരിക്കും പ്രൊക്യൂർ ചെയ്യുന്നത്? നമുക്കറിയാം 2 സോഴ്സസ് ഉണ്ട്. ഒന്ന് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു സോഴ്സും. എന്താണ് ഡെപ്റ്റ് എന്ന് പറയുന്ന സോഴ്സും? എന്താ ഡെപ്റ്റ് എന്ന് വെച്ചാൽ ബൈ ദിസ് ടൈം നിങ്ങൾക്ക് എന്താണ് ഡെപ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ പറയാം, ഡെറ്റ് എന്ന് പറയുന്നത്, ഡെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോറോഡ് ഫണ്ട് എന്ന് വിളിക്കും അല്ലേ. എന്തുകൊണ്ടാണ് ഇതിനെ ബോറോഡ് ഫണ്ട് എന്ന് വിളിക്കുന്നത്? യെസ്, നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന്, ഒരു ബാങ്കിൽ നിന്നോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഫണ്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ്, അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ബോറോഡ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം, ഇക്വിറ്റി. എന്താ ഇക്വിറ്റി എന്ന് വെച്ചാൽ? യെസ്, ഇക്വിറ്റി എന്ന് പറയുന്നത്, ഇക്വിറ്റിനെയാണ് നമ്മൾ ഓണേഴ്സ് ഫണ്ട് എന്ന് വിളിക്കും. എന്താണ്? ഓണേഴ്സ് ഫണ്ട് എന്ന് വിളിക്കും. എന്താ ഓണേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വിറ്റി ഇല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് അതിനെ ഓണേഴ്സ് ഫണ്ട് എന്ന് വിളിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സിനെയാണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്വിറ്റിനെ നമുക്ക് എന്തും വിളിക്കാം? ഓണേഴ്സ് ഫണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് ഡെറ്റിന്റെ രൂപത്തിലും ഉണ്ട്, ഇക്വിറ്റിയുടെ രൂപത്തിലും ഉണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഒരു കമ്പനിക്ക് ഏതാണ്ട് ഇത്രത്തോളം ഫണ്ട് ആവശ്യമുണ്ട് എന്ന് വെക്കുക, ഇത്രത്തോളം ഫണ്ട് ആവശ്യമുണ്ട് എന്ന് വെക്കുക. അപ്പൊ അവർക്ക് എന്താണ്? ഒന്ന് ഡെറ്റിന്റെ രൂപത്തിലും അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ രൂപത്തിലും അവർക്ക് ഫണ്ട് പ്രൊക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പം ഒരു കമ്പനി ഇത്രത്തോളം ഡെറ്റ്, എന്താണ്? ഇത്രത്തോളം ഡെറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്രത്തോളം ഇക്വിറ്റി ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ആ പ്രപ്പോർഷൻ, എത്ര ഡെറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ നോക്കുമ്പം നമുക്ക് 50% ഡെപ്റ്റും 50% ഇക്വിറ്റിയും അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രപ്പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് അവരുടെ മീനിങ്ങിൽ ഉള്ളത്. എന്താണ്? നോക്കിയേ, yes, capital structure means the proportion of debt. Okay, proportion of debt, അതുപോലെ തന്നെ proportion of equity. Proportion of debt and equity used for financing the operations of business. Simple അല്ലേ? ഒരു കമ്പനി എത്രത്തോളം പ്രപ്പോർഷൻ ആണ് ഡെറ്റ് യൂസ് ചെയ്യുന്നത്, എത്രത്തോളം പ്രപ്പോർഷൻ ആണ് ഇക്വിറ്റി യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാ? ആ ബിസിനസിന്റെ ഓപ്പറേഷൻസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പം അത് പഠിക്കുമ്പം തന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് പഠിക്കാം? അതിന്റെ ഫോർമുല എന്താ? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫോർമുല. ഈ സെന്റൻസിൽ പറയുന്ന അത് തന്നെയാണ് ആ ഫോർമുല എന്ന് പറയുന്നത്. നോക്കിക്കേ, പ്രപ്പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ, ഇല്ലെങ്കിൽ റേഷ്യോനെയാണ് നമ്മൾ പ്രപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഈക്വൽ ടു ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇവിടെ ആകെ 2 കോൺസെപ്റ്റേ വരുന്നുള്ളൂ, ഒന്ന് ഡെറ്റിനെ കുറിച്ചും ഒന്ന് ഇക്വിറ്റിയെ കുറിച്ചും. അപ്പൊ അതിന്റെ പ്രപ്പോർഷനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് പഠിച്ചല്ലോ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഈക്വൽ ടു ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഓക്കെ, അപ്പം അത് നമുക്ക് മനസ്സിലായി. നമുക്ക് നെക്സ്റ്റ് പോയിന്റും കൂടി നോക്കാം. ഇൻ അതർ വേർഡ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ റെപ്രസെന്റ്സ് ദ പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി വേറൊരു സെന്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വേർഡ്സ് ഒക്കെ ഒന്ന് തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ടൊന്ന് വേറൊരു സെന്റൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത സെന്റൻസ് നമുക്ക് വായിക്കാം. വാട്ട് കൈൻഡ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ബെസ്റ്റ് ഫോർ എ ഫേം ഇസ് വെരി ഡിഫിക്കൾട്ട് ടു ഡിഫൈൻ.
അതായത് ഇവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒരു കമ്പനിക്ക് എന്താണ് ഇത്ര ഫണ്ട് ആവശ്യമുണ്ട്, ഇത്ര ഫണ്ട് അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവരെന്താ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ഒരു 20% എത്രയാണ്, 20% അവരെന്ത് തീരുമാനിച്ചു, ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്യാം, ബാങ്കിൽ നിന്ന്, ഇല്ലെങ്കിൽ നമുക്ക് പറയാം ബാങ്കിൽ നിന്ന് അവര് ലോൺ എടുക്കാം എന്ന് തീരുമാനിച്ചു, ബാങ്ക് ലോൺ. ഓക്കെ അല്ലേ? എന്നിട്ട് ഒരു 40% എത്രയാണ്, ഒരു 40% ഇക്വിറ്റി ഷെയർസ് വഴി, ഇക്വിറ്റി ഷെയർസ് വഴി അവർ ഫണ്ട് പ്രൊക്യൂർ ചെയ്യാം എന്ന് തീരുമാനിച്ചു. ബാക്കി ഒരു 20% ഡിബഞ്ചർ. ഓക്കെ, ഡിബഞ്ചർ ആൻഡ് ബാക്കി ഒരു 20% ബോൺസ് വഴി അവര് ഫണ്ട് പ്രൊക്യൂർ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇതാണ് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 20% ബാങ്ക് ലോൺ വഴി അവർ പ്രൊക്യൂർ ചെയ്യുന്നു, ബാക്കി 40% ഇക്വിറ്റി ഷെയർ, 20% ഡിബഞ്ചർ ആൻഡ് 20% ബോണ്ട്. അപ്പൊ ഇവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ എത്രത്തോളം ഡെറ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, ഡെറ്റ് എത്രത്തോളമാണ് നമുക്ക് നോക്കാം. ഡെപ്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ, ബാങ്ക് ലോൺ ഒരു ഡെപ്റ്റ് അല്ലേ? യെസ്, 20% ഡെറ്റ് പ്ലസ് ഡിബഞ്ചർ എന്താണ്? അഫ്കോഴ്സ് ഒരു ഡെറ്റ് അല്ലേ, നമുക്കത് ആ ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കാണും, ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർക്ക് കാണും, അത് കറക്റ്റ് ആയിട്ട് അവർക്ക് പേ ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാലാവധി ആകുമ്പോഴത്തേക്ക് അത് ഫുൾ എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യണം, റീപേയ്മെന്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡിബഞ്ചറും ഒരു ഡെറ്റ് ആണെന്ന് പറയാം. അപ്പൊ അത് എത്രയാണ്, 20% ഡിബഞ്ചർ. അതുപോലെ തന്നെ ബോണ്ട് എന്ന് പറയുന്നതും ഒരു ഡെറ്റ് തന്നെയാണ്. ബാക്കി 20 എന്ന് പറയുന്നത് എത്ര, അതും ഒരു ഡെറ്റ് ആണ്. മൊത്തത്തിൽ ഡെറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് ഈ ഒരു കമ്പനി എത്രയാ യൂസ് ചെയ്തത്, 60% ബോറോഡ് ഫണ്ട് ആണ്. ബാക്കി ഇക്വിറ്റി എത്ര ആണ്, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് 40% ആണ്. അപ്പം എന്താണ് ഇവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫോർമുല എങ്ങനെയായിരുന്നു, ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്നല്ലായിരുന്നു നമ്മൾ പഠിച്ച. ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്ന് പറയുന്നത് ഡെറ്റ് ഇസ് ഈക്വൽ ടു 60% ആണ് ആൻഡ് ഇക്വിറ്റി എത്ര ആണ്, ഇക്വിറ്റി 40% ആണ്. അപ്പൊ ഇവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഈക്വൽ ടു 60:40 എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഇത് എത്രത്തോളമാണ് വേണ്ടുന്നത്, അതായത് പ്രപ്പോർഷൻ തീരുമാനിക്കുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആണ്. ആരായി ഡിസിഷൻ എടുക്കുന്നത്? പ്രോബബ്ലി ആ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ആയിരിക്കും. ഉറപ്പായിട്ട് എന്തായിരിക്കും, ഫിനാൻസ് മാനേജർ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ നോക്കിക്കേ, വാട്ട് കൈൻഡ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ബെസ്റ്റ് ഫോർ എ ഫേം ഇസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ്. അപ്പൊ ആ കമ്പനിയുടെ നേച്ചറും ആ കമ്പനിയുടെ ആവശ്യവും എല്ലാം മനസ്സിലാക്കി എവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു തീരുമാനം, ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം ആ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് തീരുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി such which increases the value of equity share or maximizes the wealth of equity shareholders. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ ഗോൾ, മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. അതായത് പ്രോഫിറ്റ് ഓഫ് കോഴ്സ് അവർക്ക് വേണം, അതിന്റെ കൂടെ തന്നെ അവർക്ക് എന്ത് വേണം, വെൽത്ത് മാക്സിമൈസ് ചെയ്യണം. അപ്പൊ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി എത്രത്തോളം ആയിരിക്കണം എന്ന് തീരുമാനിക്കുമ്പം അവരുടെ മെയിൻ ആയിട്ട് അവരുടെ മനസ്സിൽ എന്ത് വേണം, എന്ത് കാര്യം അവർ ഓർത്ത് വെച്ചേക്കണം, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പം അവർക്ക് അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നും കൂടി അവർക്ക് എന്താണ് അവരുടെ മനസ്സിൽ ആ ഒരു കാര്യം കൂടി വേണം. അത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് വിച്ച് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ആ ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ കൂട്ടണം, ഇല്ലെങ്കിൽ എന്താണ്, മാക്സിമൈസസ് ദ വെൽത്ത് ഓഫ് ഇക്വിറ്റി ഷെയർ. ആ ഒരു രീതിയിലായിരിക്കണം അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അവര് എന്ത് ചെയ്യാൻ, ഡിസൈഡ് ചെയ്യാൻ. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊരു കാര്യം മനസ്സിലാക്കി. പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ആണ്
കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പം ഡെറ്റ് ആൻഡ് ഇക്വിറ്റിയിൽ അവർക്ക് ഓരോ അല്ലെങ്കിൽ ഡെറ്റിന് കോസ്റ്റ് കൂടുതലാണോ കുറവാണോ, റിസ്ക് കൂടുതലാണോ കുറവാണോ എന്ന കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ കേസിൽ വരുമ്പോഴും അവരുടെ ഇക്വിറ്റിക്ക് കോസ്റ്റ് കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണോ കുറവാണോ എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. അത് ഈ 2 പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കിക്കേ, ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഡിഫർ ഇൻ കോസ്റ്റ് ആൻഡ് റിസ്ക്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആസ് ഡെറ്റ് ഇൻവോൾവ്സ് ലെസ് കോസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി risky security, whereas equity are expensive securities but these are safe securities from company's point of view. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം അവരുടെ POV എന്താണ്, POV എന്ന് പറയുന്നത് കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ. അതായത് ഡെറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു ബോറോഡ് ഫണ്ട് ആണ് അല്ലേ. നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കടം മേടിക്കുന്നു, അതിനല്ലേ ഡെറ്റ് എന്ന് പറയുന്നത്. യെസ്, ഡെറ്റ് വളരെ ഈസി ആയിട്ടാണ്, നമുക്ക് ഒരുപാട് ചെലവൊന്നും അതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് എന്ന് പറയുന്നത് ഇസ് വെരി ലോ. ഓക്കെ, കോസ്റ്റ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. പക്ഷേ റിസ്ക്, ആ ഒരു ഫാക്ടറും കൂടി നമ്മൾ നോക്കണ്ടേ. റിസ്ക് ഇസ് വെരി ഹൈ വെൻ കമ്പയർഡ് ടു ഇക്വിറ്റി. ഇക്വിറ്റിയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡെറ്റിൽ റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ ഇസ് വെരി ഹൈ. എന്തുകൊണ്ടാണ് റിസ്ക് വെരി ഹൈ ആണ് എന്ന് നമ്മൾ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡെറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റവന്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച റവന്യൂ നമുക്ക് കിട്ടിയില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെറ്റ് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റൂ. അടയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ലിക്വിഡേറ്റ് ആവും, ഇൻസോൾവെന്റ് ആവും, അങ്ങനെ പല സാഹചര്യങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് കൂടുതലാണ്. പക്ഷേ കോസ്റ്റ്, ആ ഡെറ്റ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെലവെന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇക്വിറ്റിയുടെ കാര്യങ്ങൾ വരുമ്പം. ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഫിനാൻസിന്റെ കാര്യം വരുമ്പം കോസ്റ്റ്, അതായത് ആ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യണം, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണം, പിന്നെന്താണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി രജിസ്റ്റർ ചെയ്യണം, എന്നാലേ നമുക്ക് ഇക്വിറ്റിയൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെന്താണ് പ്രോസ്പെക്ടസ് ഉണ്ടാക്കണം, നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ബ്രോക്കർ കമ്മീഷൻ കൊടുക്കാനുണ്ട്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കോസ്റ്റ് അല്ലെങ്കിൽ ചെലവ് നിറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഫിനാൻസ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഇക്വിറ്റി ഷെയർസ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് എന്താണ്, ഇസ് വെരി ഹൈ വെൻ കമ്പയർഡ് ടു ഡെറ്റ്. ഡെറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം കോസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെയാണ്. മറിച്ച് റിസ്ക് ആണെന്നുണ്ടെങ്കിലോ, ഞാൻ ഒന്നുകൂടെ പറയാം, ഇക്വിറ്റി ഷെയർ നമ്മുടെ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുമ്പം റിസ്ക് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് റിസ്ക് കുറവാണ് എന്ന് പറയുന്നത്? കാരണം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രം, ആ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്താൽ മതി. പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. അതല്ലേ നമ്മുടെ ഇക്വിറ്റി ഷെയർസിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പം റിസ്ക് എന്താണ്, ഇക്വിറ്റി ഷെയർസിന്റെ റിസ്ക് എന്താണ്, കുറവാണ്. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നോക്കിക്കേ, ഡെറ്റ് ഇസ് റിസ്കി ബിക്കോസ്, എന്തുകൊണ്ടാണ് ഡെറ്റ് റിസ്കി എന്ന് പറയുന്നത്? പേയ്മെന്റ് ഓഫ് റെഗുലർ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്, നമുക്ക് അവിടെ എന്ത് കൊടുക്കണം, റെഗുലർ ആയിട്ട് ബാങ്കിന് ഇൻട്രസ്റ്റ് റെഗുലർ ആയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓൺ ഡെറ്റ് ഇസ് എ ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദ ബിസിനസ് ഇൻ കേസ് ഓഫ് ഫെയിൽ ടു പേ. ഒരു പക്ഷേ ഒരു തവണ അല്ലെങ്കിൽ 2-3 തവണ നമ്മൾ ഫെയിൽ ചെയ്തു, നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫെയിൽ ടു പേ സെക്യൂരിറ്റി ഹോൾഡേഴ്സ് ക്യാൻ ക്ലെയിം ഓവർ ദ അസറ്റ്സ് ഓഫ് ദി കമ്പനി. എങ്ങനെയാണ് നമ്മൾ ഡെറ്റ് മേടിക്കുന്നത്? എങ്ങനെയാണ്? നമ്മുടെ കമ്പനിയുടെ അസറ്റ് ഒക്കെ വെച്ചിട്ട് ആയിരിക്കും നമ്മൾ എന്ത് വെക്കുന്നത്, ആ ഒരു ലോൺ പ്രൊക്യൂർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ചെയ്തില്ല, റീപേയ്മെന്റ് ചെയ്തില്ല, കാലാവധിയൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ളൊരു സാഹചര്യം വന്നാൽ ബാങ്കുകാർ എന്ത് വരും, നമ്മുടെ അസറ്റ്സ് ഒക്കെ പിടിച്ചെടുത്തോണ്ട് പോകും. ജപ്തി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ആ കാര്യം ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡെറ്റില് റിസ്ക് കൂടുതലാണ് എന്ന് നമുക്കറിയാം. ആൻഡ് ഇഫ് ഫേം ഫെയിൽസ് ടു മീറ്റ് റിട്ടേൺ ഓൺ
പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ആ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ പേ ചെയ്യാൻ നമ്മൾ വിട്ടുപോയാൽ ഇറ്റ് ക്യാൻ ഈവൻ ഗോ ടു ലിക്വിഡേഷൻ ഓർ എ സ്റ്റേജ് ഓഫ് ഇൻസോൾവൻസി. നമ്മുടെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പോവാനും ഇല്ലെങ്കിൽ ആ ഇൻസോൾവൻസി സ്റ്റേജിൽ നമുക്ക് ഇൻസോൾവൻസി സ്റ്റേജിൽ എത്താനുള്ള ചാൻസസും അവിടെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഡെറ്റ് ഇസ് എ റിസ്കി ഫോം ഓഫ് ഫിനാൻസ് ആണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ കോസ്റ്റ് ഇസ് വെരി ലോ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക്, അതായത് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുമല്ല, ദ പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. അവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ രണ്ട് ടേംസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഒന്ന് ഡെറ്റും ആൻഡ് ഇക്വിറ്റിയും. അത് തമ്മിലുള്ള പ്രപ്പോർഷൻ തീരുമാനിക്കുക, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ്, ഡെറ്റിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഇസ് വെരി ലോ ആണ്, ബട്ട് റിസ്ക് ഇസ് വെരി ഹൈ ആണ്. എന്നാൽ ഇക്വിറ്റി ഷെയർസ് വെച്ച് നോക്കാം, കോസ്റ്റ് ഇസ് വെരി ഹൈ ആയിരിക്കും, എന്നാൽ റിസ്ക് എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.